സുഭാഷിതം. ഇന്നത്തെ ചിന്തയ്ക്കായി 34 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യം വായിക്കുന്നു. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഐ sought the Lord and he heard me and delivered me from all my fears. ദാവീദ് എഴുതിയ ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടക്കുന്നില്ല. തൻ്റെ ജീവിതത്തിൽ ഭയം വന്നപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഭയം ഒരു സ്വാഭാവിക വികാരവും അതിജീവന സംവിധാനവുമാണ്. അപകടത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചോ അപകട ഭീഷണിയെക്കുറിച്ചോ ഭയം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഈ ഭയത്തെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയവും. ദാവീദിന് വിവിധ തരത്തിലുള്ള ഭയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ ദാവീദ് ദൈവത്തോട് അപേക്ഷിച്ചു. ചില ട്രാൻസ്ലേഷനുകളിൽ അന്വേഷിച്ചു എന്നാണ് കാണുന്നത്. അന്വേഷിക്കുന്നവനാണ് കണ്ടെത്തുന്നത്, അപേക്ഷിക്കുന്നവനാണ് ഉത്തരം ലഭിക്കുന്നത്. എവിടെയാണ് ഭയം ആരംഭിച്ചത്? ബൈബിളിൽ ഭയം എന്ന വാക്ക് ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3:10 വാക്യത്തിൽ. ഏദൻ തോട്ടത്തിൽ സന്തോഷകരമായി ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ചവരാണ് ആദവും ഹൗവയും. അന്നൊരു ദിവസം വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച ആദിമ മനുഷ്യർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. എന്തുകൊണ്ടാണ് അവർ ഒളിച്ചതെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ഇപ്പോൾ നമുക്കും അതിൻ്റെ കാരണമറിയാം. യഹോവയായ ദൈവം ഒളിച്ചിരുന്ന മനുഷ്യനെ വിളിച്ചു. നീ എവിടെ എന്ന് ചോദിച്ചു. 3:10 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നവൻ പറഞ്ഞു. ദൈവം അരുളി ചെയ്ത കൽപ്പനകൾ ലംഘിച്ചപ്പോൾ അവൻ ഭയപ്പെട്ടു. ഭയപ്പാടുണ്ടായപ്പോൾ അവൻ ഒളിവിലേക്ക് പോയി. ഭയത്തിൻ്റെ ഒരു പ്രതികരണമാണ് ഒഴിവാക്കലും ഒളിച്ചിരിപ്പും. ഭയമുണ്ടായപ്പോൾ ആദാമും ദാവീദും വ്യത്യസ്ത രീതിയിലാണ് പ്രതികരിച്ചത്. ആദാം ഒളിച്ചു, ദാവീദ് ദൈവത്തോട് അപേക്ഷിച്ചു. 56 സങ്കീർത്തനം 3-4 വാക്യങ്ങളിൽ ദാവീദ് വീണ്ടും പറഞ്ഞിരിക്കുന്നു, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ദാവീദിൻ്റെ ദൈവത്തിലുള്ള ആശ്രയമാണ് ഭയത്തെ മാറ്റി നിർത്തുവാൻ കഴിഞ്ഞത്. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു എന്ന് പറയുമ്പോൾ തനിക്കുണ്ടായിരുന്ന വെല്ലുവിളികളും ഭീഷണികളും ഇല്ലാതാകുമെന്ന് അർത്ഥമാക്കുന്നില്ല. ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നിട്ടും ദൈവം തൻ്റെ പ്രാർത്ഥനകൾ കേട്ട് ഉത്തരം നൽകിയെന്ന് ദാവീദ് മനസ്സിലാക്കി. ആയതിനാൽ ദൈവത്തിൽ നിന്ന് സമാധാനവും ആത്മവിശ്വാസവും ദാവീദ് അനുഭവിച്ചു. തെറ്റ് ചെയ്തപ്പോൾ ആദാം ദൈവത്തെ അന്വേഷിച്ചില്ല. തൻ്റെ തെറ്റ് മനസ്സിലാക്കി കരുണയ്ക്കായി ദൈവത്തോട് അപേക്ഷിച്ചതുമില്ല. ദാവീദിൻ്റെ ജീവിതത്തിലും അനവധി തെറ്റുകൾ വന്നുകൂടി. താൻ ചെയ്ത തെറ്റും പാപങ്ങളും മനസ്സിലാക്കിയപ്പോൾ ദാവീദ് ദൈവത്തെ അന്വേഷിച്ചു, ദൈവത്തോട് അപേക്ഷിച്ചു, പാപങ്ങൾ ഏറ്റുപറഞ്ഞു, അനുതപിച്ചു. 51 സങ്കീർത്തനം അതിന് തെളിവാണ്. പിൽക്കാലത്ത് പരിശുദ്ധാത്മാവ് ദാവീദിനെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തികൾ 13 22 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ശൗലിനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. മനുഷ്യർ ഭയപ്പെടേണ്ട കാര്യങ്ങളും ഭയപ്പെടാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതിനുള്ള പരിജ്ഞാനവും ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത് എന്ന് സഭാപ്രസംഗി 12:13 എഴുതിയിരിക്കുന്നു. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാനെന്ന്
സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു. ദൈവഭയം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്രഷ്ടാവായ, നമ്മെ സ്നേഹിക്കുന്ന, സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, നിത്യനും പരിശുദ്ധനുമായ ദൈവത്തെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതുമായ ഭയഭക്തി. 111 സങ്കീർത്തനം 11 വാക്യത്തിൽ വായിക്കുന്നത്, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്, അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. ഈ ഭയഭക്തി നമ്മെ ജ്ഞാനത്തിലേക്കും സ്തുതികളിലേക്കും ആരാധനയിലേക്കും കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ വിശ്വാസം വർദ്ധിക്കുന്നു. വിശ്വാസം എന്ന് പറയുമ്പോൾ ദൈവത്തിലും ദൈവശ്വാസീയമായ അവിടുത്തെ വചനത്തിലും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും ആശ്രയവുമാകുന്നു. ഈ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയാത്തപ്പോഴാണ് മാനുഷികമായി ഭയമുണ്ടാകുന്നത്. ഭയമുണ്ടാക്കുവാൻ ഉതകുന്ന നിരവധി സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ശാരീരിക രോഗം, ജോലിയിലെ അരക്ഷിതാവസ്ഥ, ബന്ധങ്ങളിലെ വിള്ളലുകൾ, നഷ്ടങ്ങൾ, പ്രകൃതി ദുരിതങ്ങൾ, പകർച്ചവ്യാധികൾ, അക്രമങ്ങൾ, രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ, ഇങ്ങനെ പലതും. അദൃശ്യമായ ഭയങ്ങളും മനുഷ്യനിലുണ്ടാകും. പാപം ചെയ്തതിൻ്റെ ഭയം, പരാജയ ഭയം, മരണഭയം, ഇങ്ങനെ പലതും. പ്രിയമുള്ളവരെ, സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കപ്പെടണമെങ്കിൽ ദാവീദിനെ പോലെ ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തോട് അപേക്ഷിക്കുക, തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറയുക. യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടെ ഇതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിലും നമുക്ക് വിശ്വസിക്കാം, ഭയമില്ലാതെ ജീവിക്കാം. ഗോഡ് ബ്ലസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്. കരുണയുള്ള പിതാവേ, ത്രിയേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ലോകത്തിൽ ഭയം കൂടാതെ ജീവിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.